ലോകം 21-ാം നൂറ്റാണ്ടിലേക്ക് കുതിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിലും 4-ാം യുഗത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ചിലർ പറയുന്നത്. ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് പശുക്കളെ പ്രവേശിപ്പിക്കണമെന്ന് ഒരു സ്വാമി. അവിടെ മൊത്തം കന്നുകാലികളല്ലേ, പിന്നെ ഇതിനെന്താണ് പ്രത്യേകത എന്ന സോഷ്യൽ മീഡിയ. യു പിയിൽ നിന്ന് തന്നെ വേറൊരു രംഗം. യു പിയിൽ വെള്ളപ്പൊക്ക കാലമാണ്. യു പിയിലെ ഗംഗാനദി, ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്ന ഗംഗാനദി കരകവിഞ്ഞൊഴുകുകയാണ്. പ്രയാഗ്രാജിൽ കരകവിഞ്ഞൊഴുകി ഒരു പോലീസുകാരൻ്റെ വീട്ടിലെത്തി ഈ ഗംഗാനദി. അപ്പോൾ പോലീസുകാരൻ കാണിച്ചത് കണ്ടോ? പുണ്യനദിയായ ഗംഗാനദി തൻ്റെ വീട്ടിലെത്തിയപ്പോൾ പുഷ്പങ്ങൾ വിതറി പാലൊഴിച്ച് സ്വീകരിക്കുകയാണ് ഈ പോലീസുകാരൻ. ഗംഗാനദിയെ പുണ്യനദിയായിട്ടാണ് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നത്. എങ്കിലും ഏറ്റവും മലിനമായ, ഏറ്റവും മലിനപ്പെടുത്തുന്ന ഒരു നദിയാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായിട്ടുള്ളൊരു നദിയാണ് ഈ ഗംഗാനദി. പുണ്യനദി എന്ന് പറയുമ്പോഴും ഉത്തരേന്ത്യയിലെ നഗരങ്ങളിൽ നിന്ന് സകലവിധ വേസ്റ്റും വലിച്ചെറിയുന്നൊരു നദിയാണ് ഈ ഗംഗാനദി. അതുകൂടാതെ വാരണാസിയിലും മറ്റും ശവ സംസ്കാരത്തിന് ശേഷം, ശവം കത്തിച്ചതിന് ശേഷം ശവങ്ങൾ പകുതി കത്തി ഈ പുഴയിലേക്ക് വലിച്ചെറിയാറുണ്ട്. അങ്ങനെയുള്ളൊരു നദിയാണ്. അതുപോലെയാണ് ഈ ഗംഗാനദിയെ നോർത്ത് ഇന്ത്യയിലെ ചില ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് പുണ്യനദി എന്ന് പറഞ്ഞ് അതിനെ അവഹേളിക്കുന്നത്. എന്നാൽ ചിലർ ഇതുപോലെ ഈ നദിയെ വളരെ പവിത്രമായി കരുതാറുണ്ട്. ഇയാളെ പോലെ തന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും ഈ നദിയെ വളരെ മനോഹരമായി പരിപാലിച്ചുകൂടാ? വേസ്റ്റ് വലിച്ചെറിയാതെ ഈ നദിയെ പുണ്യനദിയാക്കി മാറ്റിയെടുക്കുവാനായി എല്ലാവരും ഒന്നു ചേരണം. കുടിക്കാനുള്ള വെള്ളമാണ് ഈ നദിയിൽ നിന്ന്. ഉത്തരേന്ത്യയിലെ വളരെയധികം ആൾക്കാർക്ക് കുടിക്കുവാനുള്ള വെള്ളം നൽകുന്ന നദിയാണ് ഗംഗാനദി. അതുകൊണ്ട് തന്നെ ഇതിനെ മലിനസമാക്കാതെ സംരക്ഷിക്കുവാൻ ജനങ്ങൾ മുൻകൈയെടുക്കണം.